എന്നാൽ ഇതിനിടയിൽ സ്വർഗം ചില ആളുകളെ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരി റബ്ബേ, ഓളെ ഇങ്ങോട്ട് കൊണ്ടുവരി റബ്ബേ, എന്നിൽ താമസിപ്പിക്കണേ റബ്ബേ എന്ന് സ്വർഗം കൊതിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരവർ 4 വിഭാഗം ആളുകളാണ്. ആ 4 വിഭാഗത്തിലും പെടാൻ നമുക്ക് എപ്പോൾ പറ്റും? ഏതാ ഒന്നാമത്തെ വിഭാഗം? ഒന്നാമത്തെ സ്വർഗം കൊതിക്കുന്ന, സ്വർഗം തേടുന്ന വിഭാഗം, അല്ലാഹു സ്വർഗത്തിനെ കൊണ്ട് കൊതിപ്പിക്കുന്ന, ആഗ്രഹിക്കുന്ന വിഭാഗം. എൻ്റെ പ്രിയമുള്ളവരെ, അൽ ജന്നത്ത് മുസ്താഖത്തുൻ ഇലാ അർബഅതി നഫർ താലിൽ ഖുർആൻ. ഖുർആൻ എടുത്തു വച്ച് ഓതുന്നവരാണെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തിൽ ഒരു പേജെങ്കിലും ഓതാത്തവർ, എൻ്റെ പ്രിയമുള്ളവരെ, നഷ്ടം സംഭവിച്ചവരാണ്, ഭാഗ്യം കെട്ടവരാണ്, സ്വർഗം വിളിക്കാത്തവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ഒരു ദിവസത്തിൽ ഒരു പേജെങ്കിലും ഖുർആൻ നമ്മൾ ഓതണം. ഖുർആൻ പതിവായി ഓതിയാലോ ഡെയിലി ഖുർആനിൽ നിന്നും കഴിയുന്നത്ര. ഇപ്പോൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം എന്നും ഖുർആൻ ഓതാൻ പറ്റില്ല. ഓതാൻ പറ്റുന്ന ദിവസത്തിൽ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു സൂറത്ത്, ഏതെങ്കിലും ഒരു ഭാഗം ഒരു ബറക്കത്തിന് വേണ്ടി ഓതുന്ന പതിവ് ഡെയിലി ഉണ്ടാക്കിയാൽ അള്ളാഹു ഇങ്ങോട്ട് പകരം നൽകാൻ പോകുന്നത് എന്താണെന്നറിയോ? എന്താ നൽകുന്നത്? പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗമെന്നല്ല, ഈ ലോകത്ത് തന്നെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൻ്റെ ശഫാഅത്ത് കൊണ്ട് ഈമാനോടെ മുഅ്മിനായി മരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്തരക്കാരെ മരിച്ച് ഖബറിൽ വെച്ച് 10,000 കൊല്ലം കഴിഞ്ഞാലും അവരുടെ കഫൻ തുണിക്ക് പോലും പോറലേൽക്കില്ല. അവരുടെ ശരീരം മണ്ണിനോട് ചേരില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മണ്ണ് തിന്നാത്ത ചില ബോഡികൾ, എത്രയെത്ര ബോഡികൾ നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എത്രയെത്ര സ്വാലിഹീങ്ങളുടെ ബോഡികൾ, മയ്യത്തുകൾ അടുത്ത ഖബർ കുഴിക്കുമ്പോൾ എത്രയെത്ര ഉദാഹരണങ്ങൾ. നിങ്ങൾ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. യോഗ്യരായ പ്രഗത്ഭരായ അതേ ജമാഅത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി പോലുള്ള ആധികാരികമായ ആളുകളുടെ അഭിപ്രായങ്ങൾ അടങ്ങുന്ന പേരുകേട്ട മഹല്ലത്തിൽ പല സ്ഥലങ്ങളിലും അനുഭവപ്പെട്ടില്ലേ? അവരുടെയൊക്കെ ജീവിതത്തിൽ അവരെന്താ കൂടുതൽ ചെയ്തെന്ന് നോക്കുമ്പോൾ അവർ വലിയ തങ്ങന്മാരും ഔലിയാക്കളും മാത്രമായിരുന്നില്ല. അവർ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പോലും ശരീരം മണ്ണിൽ ജീർണിക്കാതെ പടച്ചവൻ പ്രൊട്ടക്ട് ചെയ്തു. എന്തേ കാരണം? അവർ ഖുർആൻ ഓത്തുകാരായിരുന്നു എന്നാണ് അവരുടെ ജീവിതം. അത് പടച്ചവൻ കൊടുക്കുന്ന വലിയൊരു ഫളലാണ്. ഖുർആൻ ഓത്തുകാരുടെ ശരീരം മണ്ണ് തൊട്ടു നോക്കില്ലത്രേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. അപ്പോൾ ഖുർആൻ ഓത്ത് മസ്റ്റാക്കണം. ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല ഉസ്താദേ. ഉണ്ടോ? യൂട്യൂബിൽ ഡെയിലി ക്ലാസ്സിൽ വരുന്നൊരു കമൻറ്റാണ്, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ, ഓതാൻ അറിയില്ല ഉസ്താദേ. കുറച്ചൊക്കെ അറിയായിരുന്നു, ഇപ്പോൾ കണ്ണിനൊന്നും കാഴ്ചയില്ല, ക്ലാസ് വെച്ചിട്ടും കാണാൻ പറ്റുന്നില്ല, കണ്ണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുക, കണ്ണിന് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ വേദനയുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യുക അല്ലേ? അവർക്ക് വേണ്ടേ ഖുർആനിൻ്റെ മഹത്വം? അവർക്ക് വേണ്ടേ ഖുർആൻ ഓത്തുകാരുടെ മഹത്വം? എങ്ങനെ നേടുക? വിശുദ്ധമായ ഖുർആൻ തുറക്കണം. നമ്മൾ പരിശുദ്ധമായ കലാം ഓതോടുകൂടെ എടുക്കൽ തന്നെ ഇബാദത്താണ് എന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതൽ മാത്രമല്ല ഇബാദത്ത്, ഖുർആനുമായി ബന്ധപ്പെട്ട സകലതും ഇബാദത്താണ്. ഖുർആനുമായി ഒരാൾ വരുമ്പോൾ എണീറ്റ് നിന്നോ ഖുർആൻ കണ്ടിട്ട്, അത് പ്രഗത്ഭമായ ഇബാദത്താണ്. ഖുർആൻ കണ്ടിട്ട് എണീക്കുക. ചെറിയൊരു ചോട്ട പയ്യനാണ് കൊണ്ടുവരുന്നത്, നമ്മുടെ മോളാണ് ഖുർആൻ പഠിക്കാൻ കൊണ്ടുവരുന്നത്. മോളെ കാണുമ്പോൾ എണീക്കേണ്ടതില്ലല്ലോ ഉമ്മ ഉപ്പമാർ, വേണ്ട. പക്ഷെ ഖുർആൻ കാണുമ്പോൾ എഴുന്നേൽക്കൽ ഇബാദത്താണ്. ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് അതിൽ മുത്തം കൊടുക്കൽ ഇബാദത്താണ്. എത്ര കൂലിയാ കിട്ടുന്നത്? വുളൂഓടുകൂടെ ഖുർആൻ ചുമന്നു, ഖുർആൻ കയ്യിലെടുത്തു വഹിച്ചു. അത് ഫോണിൽ ഖുർആൻ ഓതിയാൽ അത് കിട്ടില്ലല്ലോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ, നിർണായകമായ ഘട്ടങ്ങളിൽ, വുളൂ എടുക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിൽ, മുസ്ഹഫ് കിട്ടാനില്ലാത്ത സന്ദർഭങ്ങളിൽ മൊബൈൽ ഉപയോഗിക്കാം. അത് അല്ലാഹുവിൻ്റെ നിഅമത്താണ്. ഉപയോഗിക്കുക. ഖുർആൻ എടുത്ത് ഓതാൻ പറ്റുന്ന സന്ദർഭമാണ്. നമുക്ക് കുഴപ്പമില്ല, ആരോഗ്യമുണ്ട്, വുളൂ എടുക്കാൻ പറ്റും. വുളൂയോടുകൂടെ പോയിട്ട് ഖുർആനിൽ നോക്കിയിട്ട് വേണം ഉമ്മയുടെ ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഓതാൻ.
അപ്പോൾ കൂലി 2 ഡബിളായി. ഒന്ന് ഓതിയ കൂലി, മറ്റൊന്ന് ഖുർആൻ നോക്കിയ കൂലി. ഈ 2 കൂലി കൂടെയാണ് ഉമ്മാക്ക് ഹദിയ ചെയ്യുന്നത്. ഉമ്മാക്ക് വലിയൊരു നാളാണ്. പിന്നെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് അതിനെ തൗഫീക്ക് നൽകട്ടെ. മഹാഭാഗ്യമാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഒന്നുകൂടെ എടുക്കൽ ഇബാദത്താണ്. ഖുർആനിലേക്ക് നോക്കൽ. വെറുതെ നോക്കി നിന്നാൽ നിങ്ങൾക്ക് കൂലി നൽകാമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന 5 സ്ഥലങ്ങളിൽ ഏറ്റവും മഹോന്നതമായ സ്ഥലം മുസ്ഹഫാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ നോക്കി നിന്നാ കൂലി ഉണ്ടത്രേ. എവിടേക്ക്? മുസ്ഹഫിലേക്ക്. ഓതിയാലോ മറ്റൊരു കൂലിയാണ്. അപ്പോൾ ഓതാൻ അറിയുന്നവർക്ക് ഖുർആൻ കൈ പിടിക്കുക, ഇബാദത്തായി. ഖുർആനിലേക്ക് നോക്കുക, ഇബാദത്തായി. ഖുർആൻ ഓതുക, മറ്റൊരു ഇബാദത്തായി. അപ്പോൾ ഓതാൻ അറിയാത്തവരോ ഖുർആൻ കണ്ണുകൊണ്ട് ഓതണം. ഖുർആൻ കേൾക്കൽ ഇബാദത്താണല്ലോ. ഖുർആൻ ഓതുന്നത് കേൾക്കൽ. ഒന്ന് സപ്പോർട്ട് ചെയ്യേ. നോമ്പിൻ്റെ ദേഷ്യമൊക്കെ എന്നോടുള്ള പോലെ അള്ളാഹു പറഞ്ഞിട്ടല്ലേ നമ്മൾ നോമ്പ് പിടിച്ചത്. എന്താ? ഖുർആൻ കേൾക്കൽ ഇബാദത്താണ്, പുണ്യമാണ്. ഖുർആൻ കേൾക്കണം, നല്ല അമല. പുണ്യ റസൂൽ കേൾക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് തങ്ങളോട് ഖുർആൻ ഓതിൻ ഇബ്നു മസ്ഊദ് തങ്ങളെ ഞാൻ കേൾക്കട്ടെ ഉണ്ടോ? ഞാൻ കേൾക്കട്ടെ. ഖുർആൻ അവതരിച്ച പുണ്യ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങേക്ക് ഓതിത്തരേ. എന്തു വർത്താനേ പറയുന്നത് അല്ലേ? അവിടെ നിന്ന് എന്താ പറഞ്ഞത്? ഖുർആൻ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഇബ്നു മസ്ഊദ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കേൾക്കൽ ഇബാദത്താ. അപ്പോൾ കണ്ടോ, കാതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടു കൂലിയാണ്. അപ്പോൾ കണ്ണുകൊണ്ട് ഖുർആൻ ഓതലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയാണ്. എത്ര ഓതാൻ അറിയാത്തവരും, എത്ര കണ്ണു പിടിക്കാത്തവരും, എത്ര കാലിന് വയ്യാത്തവരും, കൈക്ക് വയ്യാത്തവരും, എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഈ പുണ്യമായ റമദാനിലൊന്ന് തുറന്നു വച്ചിട്ട് അതിലേക്ക് നോക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒന്നാമതായി ഖുർആൻ തേടുന്ന വിഭാഗം, ഖുർആൻ ഓതുന്ന വിഭാഗം സ്വർഗത്തിലേക്ക് ആളുകളെ സ്വർഗം വിളിക്കുന്ന വിഭാഗമാണ് എന്ന് ഹദീത്ത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയൊരു കിട്ടൽ പിന്നെ വേറെ ഇല്ല. അത് കൂടെ ഉണ്ടായിരുന്നിട്ടും ഒരാൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസാണ്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലൗ അറാദല്ലാഹു അൻ യുഅദ്ദിബ ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അതാഹും റമളാൻ വഖുൽ ഹുവല്ലാഹു അഹദ്. അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാധുക്കളായ ഉമ്മത്തീങ്ങളെ മുഴുവനും അല്ലാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, കേൾക്കണോട്ടോ, കേൾക്കണം, കാതു കൊടുക്കണം, കണ്ണു കൊടുക്കണം, കൽബ് കൊടുക്കണം. ഈ ഉമ്മത്തിനെ മുഴുവനും അല്ലാഹു ശിക്ഷിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മാഅതാഹും റമളാൻ കൊടുക്കുമായിരുന്നില്ലെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും മനപ്പാടമുള്ള ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു തരാനുള്ള കാരണം എന്താ? അല്ലാഹു മുഴുവൻ മുഅ്മിനീങ്ങളെയും ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിന് എന്തേ മനസ്സിലായത്? റമദാൻ ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണല്ലോ. ഏത് ഉറക്കീന്ന് വിളിച്ചു ചോദിച്ചാലും ഓതും നമ്മൾ. ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൂല്ലേ? ആ സൂറത്ത് കൂടെയുണ്ട്, ഒരാൾ ഓതുന്നുണ്ട് എങ്കിൽ അവരെ അല്ലാഹു ശിക്ഷിക്കില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. എങ്ങനെ ശിക്ഷിക്കാനാ? അവരെ ശിക്ഷിക്കാൻ യാതൊരു വകുപ്പില്ല. ആരെ? സൂറത്തുൽ ഇഖ്ലാസ് കൂടെയുള്ള ആളെ. എന്തുകൊണ്ട്? നിസ്കാരം പരിശുദ്ധമായ ഓരോ ദിനത്തിലും ഒരു ദിവസം സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുന്നവർ, 10 വട്ടം സൂറത്തുൽ ഇഖ്ലാസ്. എത്ര ടൈം വേണമെന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഓതി നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരെണ്ണായി. അങ്ങനെ 10 വട്ടം ഓതാൻ എത്ര നേരം വേണം? ചില്ലറ പോയിൻ്റ് മതി അല്ലേ? ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്?
ഇപ്പം ഈ നോമ്പ് തലക്ക് പിടിച്ചിരിക്കുമ്പോൾ കണക്കൊന്നും ചോദിക്കില്ലേ മൊയ്ലിയരെ. 1440 മിനിറ്റാ ഒരു ദിവസം. 1440 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് ചെല്ലാൻ കഴിയുന്ന 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ആർക്കും ചെല്ലാം, ഏത് ജോലിക്കാർക്കും ചെല്ലാം, ഏത് പണിയെടുക്കുന്നവർക്കും ചെല്ലാം. നിസ്സാരം. ഒരു ദിവസത്തിൽ എന്താ അള്ളാഹു പകരം ഇങ്ങോട്ട് തരുന്നത്? സൂറത്തുൽ ഇഖ്ലാസ് 10 അങ്ങോട്ട് കൊടുത്താൽ അള്ളാഹു ഇങ്ങോട്ട് തരുന്നത് നല്ല കച്ചവടമാണ്, നല്ല ലാഭമുള്ള. നമ്മൾ ലാഭമുള്ള കച്ചവടത്തിന് നോക്കുന്നവരാണല്ലോ അല്ലേ? ബിസിനസ് മൈൻഡുള്ള ആളുകളാണ് നമ്മളൊക്കെ. ഇത് ലാഭമാണ്, ഇതിൽ നഷ്ടമില്ല. എന്താ ഇങ്ങോട്ട് തരുന്നത്? പകരം തരുന്നത് ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായൊരു കൊട്ടാരം, ഒരു പാലസ്, ഒരു വീട് നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉണ്ടോ സ്വർഗം കിട്ടാൻ? നമ്മൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗം 1,900 കിലോമീറ്റർ അപ്പുറയാണെന്ന്? ഫ്ലൈറ്റിൽ കയറി പോകണം സ്വർഗം കിട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടോ? കഅബയുടെ മുറ്റത്താ പോയാലേ സ്വർഗം കിട്ടൂ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? സഫാ മർവയുടെ ഇടയിലാണ് സ്വർഗമെന്ന് കരുതിയിട്ടുണ്ടോ? എവിടെയാണ് സ്വർഗമുള്ളത്? എവിടെയാണ് ഉസ്താദേ സ്വർഗമുള്ളത്? അതങ്ങോട്ട് അറിഞ്ഞാൽ പിന്നെ പോകാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ? പോകാനുള്ള വഴി, ഇപ്പോൾ കുന്നത്തേരിയിലേക്ക് പോകാനുള്ള വഴി അറിയാവുന്ന ആൾക്ക് എളുപ്പം എത്താം, വളരെ അടുത്താ. എവിടെയാണ് ഈ സ്വർഗമുള്ളത്? നമ്മളെല്ലാം സ്വർഗത്തെ വിദൂരമായിട്ട് കാണാം. പറ്റവനെ കഷ്ടപ്പാടും ദുരിതവും വിഷമവും എന്ന് പോകാൻ ആ സ്വർഗത്തിൽ അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. വേണ്ട, അല്ലാഹു സ്വർഗം സംവിധാനിച്ചത് എവിടെ? അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ സിറാഖിൻ അലി. നിങ്ങൾക്ക് പോകേണ്ട സ്വർഗം, നിങ്ങളുടെ സ്വർഗം അഖറബു ഇലാ അഹദികും, നിങ്ങളിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുകയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ചേർന്ന്? മിൻ സിറാഖിൻ അലി, നിങ്ങൾ കാലിൽ ധരിച്ചിട്ടുള്ള ചെരുപ്പിൻ്റെ വാറുകൾ നിങ്ങളോട് എത്രയോ അടുത്താണ്, അതിനേക്കാൾ അടുത്താണ് സ്വർഗം. നിങ്ങൾ ബേജാറാകേണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗം വളരെ അടുത്താണ്. നിങ്ങൾ ഒന്നും മൈൻഡോട് ഇരുന്ന ഇരിപ്പ് മതിയേ. ഇവിടുന്ന് എണീക്കണോ? ഞാൻ ഈ നിൽക്കുന്നിടത്ത് നിന്ന് 2 സ്റ്റെപ്പ് വെക്കണോ സ്വർഗത്തിൽ പോകാൻ? വേണ്ടേ? ഇരുന്ന ഇരിപ്പിൽ, പ്രത്യേകിച്ച് റമദാനിൽ സ്വർഗം നേടാൻ പ്രിയമുള്ളവരെ എത്രയോ മാർഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ തുറന്നു വച്ചിട്ടുള്ളത്. അതൊരു മൈൻഡ് കൊടുക്കുക. ഒരു ദിവസത്തിൽ 10 സൂറത്തുൽ ഇന്ന് തീരുമാനം എടുക്കണം. ഞാൻ എന്തിനാ ഈ വായിൽ വെള്ളം പറ്റിക്കണേന്നറിയോ? ഈ പരിപാടി കഴിയുമ്പോൾ ഒരു ചുവന്ന കവർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. അല്ല, അത് വെറുതെ പള്ളിയിൽ വാതിൽ തുറന്നിട്ടാലും അള്ളാഹു വേണ്ടി വെച്ചിട്ട് കവർ കിട്ടും. ഈ പ്രസംഗിച്ച് കഴിയുമ്പോൾ കൊടുക്കുന്നൊരു കവറുണ്ടല്ലോ, ഇവിടെ അതില്ലേ? ഇല്ലേ? വാഹർ ദഴവാന നിർത്തണം, ഇവിടെ ഇല്ലേ? ആ കവറുണ്ടല്ലോ, അത് പ്രതീക്ഷിച്ചല്ല. നിങ്ങൾ ഇന്ന് മുതൽ ചില അമലുകൾ തുടങ്ങണം. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഡിസോർഡറായി കിടക്കുന്ന അമലുണ്ട്, തറാവീഹ് പോലുള്ള. ഓർഡർ തെറ്റിക്കിടക്കുന്ന അങ്ങോട്ടായി ഇങ്ങോട്ടായി, അതൊന്ന് ലെവൽ ചെയ്യണം, ഓർഡർ ആക്കണം. ഇതിനാണ് ഞാൻ വന്നത്. നിങ്ങളെൻ്റെ കൂടെ വേണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു തീരുമാനം എടുക്കണം. 10 സൂറത്തുൽ ഇഖ്ലാസ് ഇന്ന് മുതൽ ഞാൻ ഓതാൻ തീരുമാനിച്ചു. എല്ലാവരും റെഡിയല്ലേ? ഒരു ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഉമ്മമാർ റെഡിയാണോ? ഞങ്ങൾ 1,900 റെഡിയാണ്. ഞങ്ങൾ ദിവസവും 100 ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അല്ലാഹു നിലനിർത്താൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒരു തീരുമാനം. ഇനിയോ ഒന്നുകൂടെ കയറി പറഞ്ഞു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് നിസ്കാരങ്ങൾ കഴിയുമ്പോൾ, ളുഹർ കഴിയുമ്പോൾ, അസർ കഴിയുമ്പോൾ, മഗ്രിബ് കഴിയുമ്പോൾ, ഇശാ കഴിയുമ്പോൾ, സുബ്ഹി കഴിയുമ്പോൾ, നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു 10 സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതിയാൽ നാളെ അത്തരക്കാർ മശ്ശറ വൻസഭയിൽ വരുമ്പോൾ അവരെ അക്കൂട്ടത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ വിളിക്കും. നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോളേ. അത് സാധാരണ ദിവസവും 10 മാത്രം ഓതിയാലും ഈ കിട്ടൽ കിട്ടും. എന്ത് കിട്ടൂല്ല? നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിക്കോളി. നിങ്ങൾക്കിഷ്ടമുള്ള വാതിലേതാ? സ്വർഗത്തിൽ വെറൈറ്റി 8ഓളം കവാടങ്ങളുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8ഓളം കവാടങ്ങളുണ്ട് സ്വർഗത്തിന്. ഓരോ കവാടങ്ങളും ഓരോ അമലിൻ്റെ ആളുകൾക്കുള്ളതാണ്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോൾ 10 വീതം ഓതുന്ന ആളുകളോട് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറയും, നിങ്ങൾ പ്രവേശിച്ചോളി ഇഷ്ടമുള്ള കവാടത്തിലൂടെ, നിങ്ങൾക്കേതാണ് ഇഷ്ടം നിങ്ങൾ കടന്നോളി എന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഒരു തീരുമാനത്തോടെ എടുക്കല്ലേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊരു കാര്യം തീരുമാനം ചെയ്ത് അസ്മ ചെയ്ത് ഇൻഷാ അല്ലാഹ് പടച്ചോനെ നീ എന്നെ സഹായിക്കണം, ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ സഹായം ഉണ്ടാവും. കഴിയും പോലെ നോക്കാം, ആവതുപോലെ നോക്കാം. ജീവിതത്തിൽ അതിന് തൗഫീഖ് ഉണ്ടാവില്ല. എല്ലാം അങ്ങനെയാണ്. അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അലി റളിയല്ലാഹു തആല എന്താ പറഞ്ഞത്? 2 കാര്യങ്ങൾ ഈ ഉമ്മത്തിന് കൊടുക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? അവരെ ശിക്ഷിക്കാൻ, മുഴുവൻ പേരെയും ശിക്ഷിക്കാൻ പടച്ചോൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് റമദാന് തന്നത് എന്ന്. അപ്പോൾ പരിശുദ്ധമായ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നമ്മളുടെ ഒരു കൊല്ലത്തെ മുഴുവൻ മൈനസുകളും കുറവുകളും നികത്തിയിട്ട്, ഒരു കൊല്ലത്തെ എല്ലാ കുറവും നികത്തിയിട്ട് വിജയിക്കാനാണ് റമദാൻ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അപ്പോൾ ഇദാ സലിമത്തിൽ ജുമുഅത്തു സലിമത്തിൽ അയ്യാം, ഇദാ സലിമത്തിൽ ജുമുഅത്തു സലിമത്തിൽ അയ്യാം. പരിശുദ്ധമായ ജുമുഅ ദിവസം ഒരാൾക്ക് നന്നായി കിട്ടിയാൽ സലിമത്തിൽ അയ്യാം, ബാക്കിയുള്ള സകലമാന ദിവസങ്ങളും അയാൾക്ക് അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅ ദിവസം ഒരാൾക്ക് നന്നായി കിട്ടി എന്ന് പറഞ്ഞാൽ ജുമയുടെ മര്യാദയൊക്കെ പാലിച്ചു. ജുമുഅക്ക് നേരത്തെ പോകേണ്ട ആണുങ്ങൾ സഹോദരന്മാർ പള്ളിയിൽ പോയി. ജുമുഅ ഞങ്ങൾക്ക് ജുമുഅ ബാധ്യതയില്ല എന്ന് കരുതി വീട്ടിൽ TV സീരിയലും കണ്ട് റിമോട്ട് കൈ പിടിച്ച് അങ്ങോട്ട് ചാടിച്ച് ഇങ്ങോട്ട് ചാടിച്ച് കണ്ടുകൊണ്ടിരിക്കാത്ത, ഇന്ന് അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണല്ലോ റബ്ബേ ജുമുഅ ദിനം, നീ ജുമുഅക്ക് പള്ളിയിൽ പോകാതെ കൂലി ഞങ്ങൾക്ക് വീട്ടിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ എന്നൊരു ഉമ്മാക്ക് അങ്ങനെ തോന്നണം. ജുമുഅയെ മൈൻഡ് ചെയ്യണം. അല്ല ജുമുഅ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പരിഗണിക്കാതെ പോയാൽ ഒരാഴ്ചത്തെ ഭീമമായി നഷ്ടം ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉമ്മമാരോടാണ് ഈ പറയുന്നത്, ശ്രദ്ധിക്കണേ. ജുമുഅ വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളി നടത്തണം. പള്ളി പോകുന്നവർക്ക് മാത്രമല്ല, വെള്ളിയാഴ്ച സൂറത്തുൽ കൗഫ് പാരായണം നടത്തണം. ഉമ്മമാർ എല്ലാവരും നടത്തണം. നഖം മുറിക്കുക എന്ന് പറയുന്ന പരിശുദ്ധമായ സുന്നത്ത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അസർ കഴിയുമ്പോൾ നടത്തണം. വ്യാഴാഴ്ച അസർ കഴിയുമ്പോൾ നഖം മുറിക്കൽ പതിവാക്കുന്നവർക്ക് മാരക രോഗത്തിൽ നിന്ന് കാവലുണ്ടാകുമെന്ന് ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കണം. വെള്ളിയാഴ്ച നമ്മൾ നഖം മുറിക്കൂലേ? മുറിക്കണം, സുന്നത്താണ്. വെള്ളിയാഴ്ച മുറിക്കാൻ പറ്റിയില്ലെങ്കിലോ? വെള്ളിയാഴ്ച നഖം അത്ര ഇങ്ങോട്ട് ആയിട്ടുണ്ടായില്ല, മുറിക്കാനില്ല, അവസാനം വിരലിൻ്റെ ഒരു കഷ്ണം മുറിച്ച് കളയരുത്. സുന്നത്ത് കിട്ടുകയല്ലേ പടച്ചോനെ, റമദാനും ആണല്ലോ, ഫറലിൻ്റെ കൂലിയാണെന്ന് കരുതി നൈൽ കട്ടാണ്ട് ചേർത്ത് വെച്ചിട്ട് ഒറ്റ അമക്ക് എൻ്റെ അയ്യോ വിവാഹത്ത് ഓടിവാടി പറയാൻ പാടില്ല. നഖമില്ല. അയാൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ശനി ഞായറൊക്കെ ആയപ്പോഴത്തേക്കും വന്നു. ശനിയാഴ്ച ഞായറാഴ്ച നഖം മുറിക്കരുത്. ബുധനാഴ്ച നഖം മുറിച്ചാൽ വലിയ അപകടം ഉണ്ടാകും. പടച്ചോമ്പളെ കാക്കട്ടെ. പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇല്ലാതെ മറ്റൊരു ദിവസം കൂടെ സുന്നത്തുണ്ട്. എന്നാൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമായ തിങ്കളാഴ്ച അന്നും സുന്നത്തുണ്ട് കേട്ടോ. പക്ഷെ വ്യാഴാഴ്ച അസർ കഴിഞ്ഞതിന് ശേഷം നഖം മുറിക്കുന്നവർക്ക് വലിയ വലിയ മാരക രോഗത്തിൽ നിന്നും കാവലുണ്ടാകുന്ന പ്രത്യേകം ഒരു ആവേശം, ഒരു ആഫിയത്ത്, ആരോഗ്യം അവരുടെ ശരീരത്തിൽ കിടക്കുമെന്നൊക്കെ കിതാബിൽ കാണാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരാൾ പരിഗണിച്ചാൽ അയാൾക്കെന്തായി? പരിശുദ്ധമായ ആഴ്ചയുടെ മുഴുവൻ ദിവസങ്ങളും സലാമത്തായി. ഇദാ സലിമത്തിൽ ജുമുഅത്തു സലിമത്തിൽ അയ്യാം, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം കിട്ടി എന്ന് മുഹമ്മദ് നബി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സലിമത്ത് റമളാൻ, റമളാൻ മാസം ഒരാൾ വേണ്ടതുപോലെ വിനിയോഗിച്ചാൽ സലിമത്തി സന, ഒരു കൊല്ലം മുഴുവനും അവർക്ക് കിട്ടി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പോൾ എന്താ ഇവിടെ കിട്ടിയത്? ഈ ഒരു മാസത്തെ ഇനി ചില്ലറ ദിവസങ്ങൾ നമ്മളൊന്ന് മൈൻഡ് കൊടുത്താന്ന് പറഞ്ഞാൽ ദിവസവും ഒരു 100 കിലോ ചുമന്നുകൊണ്ട് പോയി ഒരു 10 കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയി തട്ടി കൊടുക്കണമെന്നല്ല, അങ്ങനെയുള്ള പ്രയാസമൊന്നും പെടുത്തുന്നില്ല. നമ്മൾ ഡെയിലി ചെയ്യേണ്ട കർമ്മങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ കൃത്യമായ നിയ്യത്തോടെയും അതിൻ്റേതായ മര്യാദയോടും കൂടെ നിർവഹിച്ചാൽ റമദാൻ കിട്ടിയല്ലോ. അപ്പോൾ എന്ത് കിട്ടി നമുക്കതുകൊണ്ട്? ഈ ഒരു വർഷക്കാലം 11 മാസക്കാലമുണ്ടായ ഒരുപാട് മൈനസ് മാർക്ക് ഉണ്ടാവും, കുറവുണ്ടാവും, കുറ്റുണ്ടാവും, ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കുറ്റങ്ങളൊക്കെ പടച്ചോൻ പരിഹരിച്ച് നമുക്കൊരു കൊല്ലം മുഴുവനും വിജയത്തിലായി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് റമദാനിൻ്റെ ഉടനെ മരിച്ചാൽ അവർ ശഹീദായി മരിക്കുമെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, 300ഓളം സ്വഹാബികളെ കണ്ട മഹാനാണ് ആര്? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയാം, ഒരാൾ എന്ത് ചെയ്തു? റമദാൻ മാസം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് മരിച്ചു. റമദാൻ മാസം ഞാൻ ഈ പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്തി റമദാൻ കഴിഞ്ഞ് ഉടനെ മരിച്ചു. അവർ ആരാ? അവർ ശുഹദാക്കളിൽപ്പെട്ടവരാണെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അപ്പോൾ എന്തായിരിക്കും ആ റമദാൻ എന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ജീവിതത്തിലെ സകലമാന തെറ്റുകളും പൊറുക്കപ്പെട്ട ഒരു പുതിയ ജീവിതത്തിലേക്ക് കാൽവച്ചു. പുതിയ ജീവിതമാണ്, കൊച്ചുകുട്ടിയെപ്പോലെ. റമദാൻ ഒരു പ്രത്യേകതയുണ്ട്. റമദാൻ ഒരു മനുഷ്യന് പുതിയ ജീവൻ കൊടുക്കുക. മനസ്സിലായില്ല? 2 വട്ടം ജീവിതത്തിൽ 2 പ്രാവശ്യം ജനിക്കാത്തവർ ആകാശലോകത്തിൻ്റെ വിജയം വരിക്കില്ലെന്ന് ഈസാ അലൈഹിസ്സലാത്തു. ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ, തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നുണ്ട്, ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2 വട്ടം ജനിക്കണം, അല്ലെങ്കിൽ വിജയം കിട്ടില്ല എന്ന്. ആകാശത്തിൻ്റെ വിജയം 2 വട്ടം ജനിക്കണേ. എങ്ങനെയാണ് 2 വട്ടം ജനിക്കപ്പോൾ എന്താ ചെയ്യുക? എന്താപ്പോൾ ചെയ്യുക 2 വട്ടം ജനിക്കാൻ? അല്ലേ, ഒരു പുതിയ ഇതേവരെ ജീവിച്ചു പോയ പാപപങ്കിലമായ, അല്ലേ, നന്മകൾ നഷ്ടപ്പെട്ടു പോയ, നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയ, കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയ, തോന്നിവാസങ്ങൾ പറഞ്ഞു പോയ, പ്രവർത്തിച്ചു പോയ, കണ്ടുപോയ, ചെയ്തുപോയ, കേട്ടുപോയ എല്ലാ തിന്മകളെയും ഇവിടെ മരിപ്പിക്കുകയാണ്. അത് ഇന്ന് മരിക്കാൻ പോവുക. ഇനി പുതിയൊരു ജീവിതം, കൊച്ചുകുട്ടിയെപ്പോലെ 2ാമത്തെ ജനനം. ആ ജനനത്തിന് ഒരു മനുഷ്യനെ പാകപ്പെടുത്തുന്നത് റമദാനാണ്. 2ാമത്തെ ജന്മം ഒരു മനുഷ്യന് കൊടുത്ത് കൊച്ചുകുട്ടിയെപ്പോലെ ഒരാളെ ആക്കുന്നതിൽ റമദാൻ വലിയ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ നോമ്പല്ലെങ്കിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക? അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ട്, പടച്ചോനെ ഈ സാധുവായ ഉമ്മയെ ഉപ്പയെ നീ സ്വർഗാവകാശിയാക്കണേ റബ്ബേ, ഇതല്ലേ നമ്മൾ തേടുന്നത്. റമദാനിൽ ഉടനീളം നമ്മൾ ചോദിക്കേണ്ട ദുആ ഏതാ? റമദാനിൽ ആദ്യത്തെ 10 മാത്രമല്ല, 2ാമത്തെ 10 മാത്രമല്ല, 3ാമത്തെ 10ഉം 3 10 കഴിഞ്ഞിട്ടും നമ്മൾ ചോദിക്കേണ്ട ദുആ ഏതാ? അസ്അലുക്കൽ ജന്ന, അസ്അലുക്കൽ ജന്ന. ഇതല്ലേ നമ്മൾ പറയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ കൂടെ ഒന്ന് പറയും, കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് 2 വാക്കുകളാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ മാസത്തിൽ നിങ്ങൾ റമദാനിൽ ധാരാളം പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഇഷ്ടമുള്ള, പടച്ചവന് ഇഷ്ടമുള്ള 2 വാക്ക്. ഏതാ വാക്ക്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 1ാമത്തെ വാക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഷഹാദത്തിൻ്റെ വചനമാണ്. 2ാമത്തെ വാക്ക് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ എനിക്ക് പാപത്തിന് മാപ്പ് നൽകണേ റബ്ബേ.
ഇത് അല്ലാഹുവിന് ഇഷ്ടമുള്ള വാക്കാണ്. നമ്മൾ കരുതിപ്പോയോ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മൾ വിചാരിച്ചു പോയോ ഉമ്മമാരെ, തെറ്റുകൾ സംഭവിച്ചു പോയിട്ട് അല്ലാഹുവേ മാപ്പ് നൽകണേ എന്ന് പറയുന്നത് 2-ാം നമ്പറാണെന്ന് അങ്ങനെ കരുതിപ്പോയോ? തെറ്റുകൾ സംഭവിച്ചു പോയി, പോകുമല്ലോ, നമ്മൾ മലക്കുകളല്ലല്ലോ. തെറ്റുകൾ സംഭവിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ മനുഷ്യ വിഭാഗത്തിൽ വന്നത്. മലക്കുകൾക്ക് തെറ്റ് ചെയ്യാനേ പറ്റില്ല. ഇവിടെയോ മനുഷ്യനാകുന്ന നമുക്ക് തിന്മകൾ സംഭവിക്കും, യഥേഷ്ടം വന്നുകൊണ്ടേയിരിക്കും. നന്മ തിന്മകൾ കൂട്ടിച്ചേർത്താണ് മനുഷ്യരെ നിർമ്മിച്ചിട്ടുള്ളത്. തെറ്റുകൾ വരും. ഈ തെറ്റുകൾ സംഭവിക്കും. അല്ലാഹുവിനോട് ഖൽബ് തുറക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ പടച്ചവനെ ഞാൻ ചെയ്തു പോയി റബ്ബേ, നീ മാപ്പ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ, എനിക്ക് മാപ്പ് നൽകണേ അല്ലാ. ഇതല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള വാക്കാണെന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അപ്പോൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ 2 വാക്കുകൾ നമ്മൾ അധികരിപ്പിക്കണം. അതോടൊപ്പം നമ്മൾ ചോദിക്കുന്നത് എന്താ? അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനന്നാർ, അല്ലാഹുവേ നരകാഗ്നിയിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ പടച്ചോനെ, അല്ലാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ പടച്ചോനെ. നാളെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന, അല്ലാഹുവേ നരകമോചനം കിട്ടുന്ന നല്ല അമലായി സ്വീകരിക്കണേ അല്ലാഹ്. സുഖമില്ലാതെ കിടക്കുന്ന നമ്മുടെ മദനി ഉസ്താദ് എല്ലാവർക്കും അറിയാം, സാധു അല്ലാഹുവേ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് കാമിലായി ശിഫാ, രോഗത്തിൽ നിന്നും ജയിലിൽ നിന്നും നീ റിലീസ് കൊടുക്കണേ അല്ലാഹ്. റമദാൻ്റെ ബർക്കത്ത് കൊണ്ട് വിജയം കൊടുക്കണേ പടച്ചവനെ.